കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രുദ്രന്റെ മുമ്പിൽ റോണി കാറ് നിർത്തി. അപ്പോഴേക്ക് ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അവർ കാറെടുത്തു. രുദ്രൻ അവർക്ക് പിന്നാലെ നടന്നു. ഗേറ്റിൽ നിന്ന് അകത്തേക്ക് നടക്കുമ്പോൾ രുദ്രൻ ചുറ്റും നോക്കി. എല്ലാവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിയിരുന്നു. ഓരോ മുക്കും മൂലയും അത്രമേൽ മനോഹരമായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല വിവാഹത്തിനാണ് ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവെന്ന്. മുന്നോട്ട് നടക്കുമ്പോൾ അവൻ ചിന്തിച്ചു. ഒപ്പം കാറ് സ്റ്റാർട്ടാക്കിയപ്പോൾ അവനെ നോക്കി അവൻ്റെ ഇഷയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒരു ചിരിയോടെ മുന്നോട്ട് നടന്നവൻ കണ്ടു മുന്നിൽ നിന്നൊരു ചിരിയോടെ ചുറ്റും നോക്കുന്ന കണ്ണനെ. അവനെ കണ്ടതും രുദ്രന്റെ ചുണ്ടിലുണ്ടായിരുന്ന ചിരി നിന്നു. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഏട്ടാ, നന്നായിട്ടുണ്ടല്ലേ? ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലേ? റോണിയുടെ വാക്കുകൾക്കൊന്നും മൂള് മാത്രം ചെയ്തു അവൻ. അപ്പോഴും കണ്ണുകൾ കണ്ണിലായിരുന്നു. കണ്ണാ! 3 പേര് അകത്തേക്ക് കയറാൻ നിന്നു. പിന്നിൽ നിന്ന് രുദ്രന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവരുടെ ചെവികളിൽ പതിച്ചു. 3 പേര് ഒരുപോലെ നിന്നു. ആ ശബ്ദത്തിലെ വാക്കുകളിലെ തീവ്രത മനസ്സിലായ പോലെ. റോണയും സംശയത്തോടെ തിരിഞ്ഞ് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണൻ തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ ചുണ്ടിൽ കാര്യം സാധിച്ച ഒരു ചിരി വിടർന്നു. ആ ചിരിയെ മറച്ചു പിടിച്ചുകൊണ്ട് നിഷ്കുവായി തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ? അവന്റെ സ്വാഭാവികമായുള്ള ആ ചോദ്യം കേട്ടതും റോണയും പരസ്പരം നോക്കി. രുദ്രന്റെ അങ്ങനെയുള്ള വിളി കേട്ടാൽ തന്നെ മുട്ടുകാല് കൂട്ടിമുട്ടി തലയും താഴ്ത്തി നിൽക്കുന്നവനാണ്. യാതൊരു കൂസലുമില്ലാതെ സംസാരിക്കുന്നത്. മാൻഷനിലെത്തിയാലും നീ നിഷയോട് മിണ്ടരുത്. ഒരു തവണ കൂടി നീ കാരണം അവിടെ കണ്ണുകൾ നിറഞ്ഞാ ഇതുപോലെ ആയിരിക്കില്ല കണ്ണാ ഞാൻ പെരുമാറുന്നത്. കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ അകത്തേക്ക് കയറിപ്പോയി. അവന്റെ ആ പറച്ചിലിൽ കാര്യം മനസ്സിലാവാതെ 2 പേർ നിൽക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ? ശരിക്കും ഇതല്ലല്ലോ ഡയലോഗ്. കണ്ണന്റെ വായിൽ നിന്ന് വന്നത് അതായിരുന്നു. എന്തായിട്ടാണ് അങ്ങനെ പറഞ്ഞു? നീ വേറെന്തെങ്കിലും ഒപ്പിച്ചോ? റോണ ചോദിക്കുമ്പോഴും കണ്ണൻ കാര്യമായ ചിന്തയിലായിരുന്നു. ഇങ്ങനെയല്ലല്ലോ വരേണ്ടെന്നായിരുന്നു അവന്റെ ഉള്ളിലൂടെ പോയത്. റോണ കണ്ണനെ തട്ടി വിളിക്കുമ്പോൾ അവൻ ഞെട്ടലോടെ 2 പേരെയും നോക്കി. പിന്നെ രുദ്രൻ പോയ വഴിയെ നോക്കി അകത്തേക്ക് ഓടി. രുദ്രന്റെ തിരിച്ചുള്ള നോട്ടം കണ്ടപ്പോഴാണ് വിളിച്ചത് അല്പ ഉച്ചത്തിലായെന്ന് അവന് തോന്നിയത്. ഏട്ടൻ തന്നെയല്ലോ ചേച്ചിയോടും മിണ്ടണ്ടെന്ന് പറഞ്ഞ് ഞാനത് അനുസരിച്ചല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞെന്താ? നീ ചെയ്തെന്താ? കണ്ണന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവനൊന്ന് പിന്നിലേക്ക് നിന്നു. പിന്നിലായി നിൽക്കുന്ന റോണിയുടെയും നടുക്ക്. നിന്നോട് ഞാൻ അവളോട് മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് മിണ്ടാത്തെന്ന് നീ പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പകരം നീ ചെയ്തെന്താ? എന്താ? രുദ്രൻ പറഞ്ഞിരുത്തുമ്പോൾ കണ്ണന്റെ ഇപ്പുറത്ത് റോണയാണത് ചോദിച്ചത്. കണ്ണൻ അവനെ നോക്കി പല്ലി അടിച്ചു. അവളെ അവഗണിക്കാൻ ഞാൻ പറഞ്ഞു. നീ രാവിലെ മുതൽ അവളോട് പെരുമാറിയത് അവൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും കണ്ണാ. അത് പറയുമ്പോൾ രുദ്രന്റെ ദേഷ്യവും ഗൗരവവും ഒക്കെ എവിടെയോ പോയി മറഞ്ഞു. എന്തോ ആ വാക്കുകൾ കണ്ണിൽ ഒരു വേദന വരുത്തി. അവന്റെ തല താഴ്ന്നു. രുദ്രൻ കണ്ണന്റെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. അതൊരു പാവല്ലേ കണ്ണാ. നിന്റെ കുസൃതിയോ വികൃതിയോ അവൾക്ക് മനസ്സിലാവാറായിട്ടില്ല. അപ്പൊ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇടപെടില്ല. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്ത് അവളെ നീ വിഷമിപ്പിക്കരുത്. ഏട്ടാ, ഞാൻ ചേച്ചിയോടും മിണ്ടാതെ എനിക്ക് പറ്റില്ല ഏട്ടാ. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചിയോട് ഞാൻ തെറ്റിയ പോലെ കാണിച്ചാൽ ഏട്ടനോട് വന്നാൽ എന്നോട് മിണ്ടിക്കൊള്ളാൻ പറയല്ലോ. അതുകൊണ്ടാണ് ചേച്ചി ഒന്നും സങ്കടപ്പെടുത്താൻ കരുതിയത്. പക്ഷെ സത്യമായിട്ടും ചേച്ചിക്ക് ഇത്ര വേദനിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് പറയുമ്പോൾ കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സാരല്ല, അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ ഞാൻ. റൂമിൽ നിന്ന് പുറത്തേക്ക് വരുതെന്ന് ഞാൻ പറഞ്ഞ അത്രത്തോളം കാര്യമുള്ളതുകൊണ്ടാണ്. അവർക്ക് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇഷയെ നോക്കിയ നോട്ടം അതിപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവരുടെ നോട്ടവും വാക്കും അവളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞു. പക്ഷെ അതെല്ലാം തകർത്ത് നീ കൈ തന്നപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു. സോറി ഏട്ടാ, ഞാനതൊന്നും ചിന്തിച്ചില്ല. ക്ഷമിക്കും, ഇനി ചെയ്യില്ല. രുദ്രനെ പുണർന്നുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ 3 പേരൊന്ന് ചിരിച്ചു. രുദ്രൻ തിരിച്ചു അവനെ പുണർന്നു. അപ്പൊ ഇനി എനിക്ക് ചേച്ചിയോട് സംസാരിക്കാലോ? അവനെ പുണർന്നുകൊണ്ട് തന്നെ കണ്ണൻ ചോദിക്കുമ്പോൾ രുദ്രൻ അവനിൽ നിന്ന് വിട്ടുമാറി. പോയി സംസാരിച്ചോ? ഒരാക്കിയ ചിരിയോടെ കണ്ണനോട് പറഞ്ഞുകൊണ്ട് രുദ്ര മുകളിലേക്ക് നടന്നു. ആ ചിരിയിൽ എന്തോ ഇല്ലേ? രുദ്രൻ പോകുന്നു നോക്കി റോണി പറയുമ്പോൾ കണ്ണൻ അതിനില്ലെന്ന് മറുപടി കൊടുത്തു. അവർ കുളിച്ച് ഫ്രഷായി തറവാടിലേക്ക് പോകാമെന്ന തീരുമാനത്തിൽ അകത്തേക്ക് നടന്നു. തറവാടിന്റെ മുറ്റത്ത് അവിടെ കാർ നിർത്തിയതും എല്ലാവരും അതിലേക്ക് തന്നെ നോക്കി നിന്നു. മുത്തച്ഛൻ്റെ ഏട്ടന്മാരും അനിയന്മാരും മക്കളും മരുമക്കളും പേരക്കുട്ടികളും അങ്ങനെ വലിയൊരു പട തന്നെ അവിടെ ഉണ്ടായിരുന്നു. രുദ്രൻ അവിടെ ഇരുത്തിയത് കൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് അവരുടെ കാർ അവിടെ എത്തിയത്. ബാക്കിയുള്ളവരെ കുറച്ച് മുമ്പേ വന്നിരുന്നു. കാറിൽ നിന്ന് മോഹനും ദേവി ഇറങ്ങി. എല്ലാവരുടെ കണ്ണുകളും കാറിൻ്റെ അകത്തേക്ക് നീണ്ടു. ദേവി ഇറങ്ങി കാറിൻ്റെ അകത്തേക്ക് കൈ നീട്ടിയതും അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ഇറങ്ങി. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പെൺകുട്ടിയെ കണ്ടതും എല്ലാവരുടെ കണ്ണുകളും വിടർന്നു. അത്രമേൽ സുന്ദരിയായിരുന്നു ഇഷു. ഒരു വൈറ്റ് കളറും റെഡ് കളറും കലർന്ന ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുഖത്ത് മിതമായ രീതിയിലുള്ള മേക്കപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
എന്നാൽ അതിൽ അവൾ അതിസുന്ദരിയായിരുന്നു. ദേവിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ തറവാടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവൾ അറിഞ്ഞില്ല ഇനിയുള്ള അവളുടെ നല്ല നിമിഷങ്ങൾക്ക് സാക്ഷിയായി ഈ ചുമരുകളും ഉണ്ടാവുമെന്ന്. കണ്ണിന് റോണി രാത്രിയാണ് തറവാട്ടിലെത്തിയത്. അതിന് കാരണം രുദ്രൻ അവിടെ ഒറ്റക്കാണെന്നുള്ളത് തന്നെയായിരുന്നു. തറവാട്ടിൽ കുറെ ആളുകൾ കൊണ്ട് അങ്ങോട്ട് പോകാൻ അവർക്ക് മടിയായിരുന്നു. വിവാഹത്തിന് ഏട്ടൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടും ദേവിയും മോഹനൊരു പൊടിക്ക് സമ്മതിക്കാതെ വന്നതും അവർ രാത്രി വരാമെന്ന് ഉറപ്പിലെത്തി. രാത്രി തറവാടിന് മുമ്പിൽ അവരുടെ കാർ നിർത്തിയതും ഓരോരുത്തരായി ഇറങ്ങി. അയ്യവ അടിപൊളി. കാറിൽ നിന്നിറങ്ങിയ കണ്ണൻ മുന്നിലേക്ക് നോക്കി പതിയെ പറഞ്ഞു. മുന്നിൽ നിലനിൽക്കുന്ന ബന്ധുക്കളെ നോക്കിയാണ് അവനത് പറഞ്ഞത്. ഇനി നമ്മളറിയാതെ വിവാഹത്തിന് ഡേറ്റ് മാറ്റിയോ? ഏയ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഏട്ടന് വരണ്ടേ? റോൺ ഒരു കോമഡി അടിച്ചാണെങ്കിൽ കണ്ണനെ സീരിയസ് ആക്കിയെന്ന് അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. ഓ, ഇങ്ങനൊരു കഴുത, നടക്കങ്ങോട്ട്. റോണി കണ്ണൻ്റെ കൈ പിടിച്ച് വലിച്ചു 3 പേരും അകത്തേക്ക് കയറി. അവരെ നോക്കി നിൽക്കുന്ന എല്ലാവർക്കും ഒരു ചിരി നൽകിക്കൊണ്ട്. നമ്മുടെ 3 സുന്ദരന്മാരെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ ഉള്ളിൽ നിരനിരയായി സ്പാർക്കടിച്ച് അവരുടെ കണ്ണുകളെല്ലാം ചെക്കന്മാർക്ക് പിന്നാലെ പോയി. എന്നാൽ അവർക്കതെല്ലാം പെങ്ങന്മാരായിരുന്നു. ഒരു ചിരിയിൽ അവരോടുള്ള പരിചയം അവർ പുതുക്കി. 3 പേർ അകത്തേക്ക് കയറുമ്പോഴാണ് മുകളിൽ നിന്ന് ദേവിക്കൊപ്പം ഇഷ്യൂ ഇറങ്ങി വരുന്നത്. ഓ, എത്തിയോ? നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് പോകുന്ന എന്താ? വെറുതെ അവിടെ ഒന്ന് ഇറങ്ങി വരണോ? ഇത് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നു? വർഷങ്ങൾക്ക് ശേഷം വരിക. അപ്പം എല്ലാവർക്കും ഒപ്പം നിൽക്കാനല്ലേ നോക്കുക? അവർ 3 പേരുടെ അടുത്തേക്ക് ചെന്ന് ദേവി പറയുമ്പോൾ 3 പേരൊന്നും മിണ്ടിയില്ല. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ പിന്നെ ദേവി ഇങ്ങോട്ട് പറയും. പിന്നെ അമ്മയും മക്കളും അവിടെ കിടന്ന് അടിയാവും. വെറുതെ എന്തിനാ ബന്ധുക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്നായിരുന്നു അവരുടെ ഉള്ളിൽ. ആ വന്നോ? എന്തിനാ പോന്ന്? അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മോഹൻ ചോദിക്കുമ്പോൾ കണ്ണൻ അദ്ദേഹത്തെ നോക്കി കണ്ണുരുട്ടി. ദേ 4 അച്ഛൻ്റെ ആൾക്കാരാണെന്ന് കരുതി ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, തിരിച്ചു മാൻഷനിലേക്ക് കൊണ്ടുപോയില്ല. ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. കണ്ണൻ മോഹനോട് പറയുമ്പോൾ അദ്ദേഹം അവൻ്റെ തലയിലൊന്ന് കൊട്ടി. ഒന്ന് പോടർക്ക, അവൻ്റെ ഒരു ഭീഷണി. മിക്കവാറും എന്നെ ആവില്ല, നിന്നെ തന്നെയാവും ഇവിടെ ഇട്ടിട്ട് പോവാ. മോഹൻ അവനെയും പുച്ഛിച്ചു. കണ്ണൻ തിരിച്ചെന്തോ പറഞ്ഞു. അവരെ ദേവി ശകാരിക്കുന്നുണ്ട്. ഇഷു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അവരെ തന്നെ നോക്കി. അവരുടെ അടുത്തേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല. കാരണം അവൻ്റെ അഭാവം തന്നെയായിരുന്നു. അവൻ കൂടെ ഉണ്ടെങ്കിൽ ആ ഫ്രെയിം പൂർണ്ണമാവും എന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ അവരിൽ നിന്ന് ചുറ്റും പോയി. എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ്. ഓരോന്ന് ചെയ്യുന്നു, പറയുന്നു, നടക്കുന്നു, ചിരിക്കുന്നു. അങ്ങനെ ആ വലിയ തറവാട്ടിൽ അവൾ ഒറ്റക്കായ പോലെ തോന്നി. അതിന് കാരണവും അവൻ തന്നെയായിരുന്നു. അവനില്ലെങ്കിൽ ഒറ്റക്കാവും എന്ന ചിന്തയാണ് അവളുടെ ഉള്ളിൽ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ അവൾക്കുമാവില്ല. പക്ഷേ അവനാണ് മനസ്സിൽ. കണ്ണനോട് തർക്കിക്കുന്ന സമയം രുദ്രന്റെ കയ്യിലെ ഫോൺ അടിച്ചു. രുദ്ര എന്നെഴുതിയ സ്ക്രീനിലേക്ക് നോക്കിയതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുറ്റും ആരെയോ തിരഞ്ഞു. അത് അവർക്ക് ബാക്കിൽ സ്റ്റെപ്പിൽ നിൽക്കുന്നവളിൽ ചെന്ന് പതിഞ്ഞു. രുദ്രനാണെന്ന് എല്ലാവർക്കും മനസ്സിലായതും എല്ലാവരും മിണ്ടാതെ നിന്നു. എല്ലാവരുടെ കണ്ണുകളും അവളിലാണ്. തലതാഴ്ത്തി അനങ്ങാതെ നിൽക്കുന്നവളെ കണ്ട് ദേവി അവൾക്കടുത്തേക്ക് പോയി. മോഹൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. കുഞ്ഞാ. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവി വിളിച്ചതും അവൾ ദേവിയെ നോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് ദേവി കാരണമറിയാതെ നിൽക്കുമ്പോഴാണ് മോഹൻ ഇഷുവിന് നേരെ ഫോൺ നീട്ടിയത്. രുദ്രനാ. അത് പറഞ്ഞതും അവൾ ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചു. ഒന്നും മിണ്ടിയില്ല. അവളെ നോക്കിക്കൊണ്ട് മോഹൻ ദേവിയോട് കണ്ണു കാണിച്ചതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇഷ. അവളുടെ ചെവിയിലേക്ക് അവൻ്റെ ശബ്ദം പതിഞ്ഞതും നിറഞ്ഞ കണ്ണുകളിൽ നിന്നൊരു തുള്ളി അടർന്നു വീണു. അതെ, ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നില്ലേ? അവൻ്റെ വാക്കുകളിലെ കുസൃതി അവൾക്ക് മനസ്സിലായില്ല. അവളൊന്നും മിണ്ടിയില്ല. അതിനുത്തരം അവളിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാണാൻ തോന്നുന്നുണ്ടോ? പതിയെ രഹസ്യം പോലെ അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ നിശ്വാസം ചെവിയിൽ തട്ടുന്നുണ്ടോ എന്ന് പോലെ അവൾക്ക് തോന്നി. അവൻ്റെ ആ ചോദ്യത്തിനും അവളൊന്നും മിണ്ടിയില്ല. കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നു കരുതെന്നൊക്കെയാണ് അവൾ ചിന്തിച്ചത്. അവൾ ചിന്തിച്ചത് അവളേക്കാൾ നന്നായിട്ട് അറിയുന്നുണ്ടാവും. അവനും പിന്നെ ഒന്നും ചോദിച്ചില്ല. ഉത്തരം ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒന്നും മിണ്ടാതെ കുറച്ച് സമയം കടന്നുപോയി. എന്ത് ചോദിക്കണം, എന്തു പറയണമെന്ന് അവൾക്ക് അറിഞ്ഞിരുന്നില്ല. തറവാടൊക്കെ ഇഷ്ടമായോ? ഇഷ്ടായി. വലിയ കുളവും പിന്നെ കാവൊക്കെയുണ്ട്. അവൻ്റെ ചോദ്യത്തിലൊരു മുകളിൽ ഉത്തരം ഒതുക്കുമെന്ന് അവൻ്റെ ചിന്തയെ അവൾ തോൽപ്പിച്ചു. തറവാട് ഇഷ്ടമായി എന്ന് അവളുടെ ആ മറുപടിയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ആദ്യമായി കാണുന്ന സന്തോഷമായിരുന്നു അവളുടെ വാക്കുകളിൽ. താലി കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരിക. അന്നത്തെ ദിവസം ഇവിടെയാ, പിറ്റേ ദിവസം അങ്ങോട്ട് പോവാം. ഒരാഴ്ച നമ്മൾ അവിടെയാ. കുറേ കാണാനുണ്ട്. എല്ലാം ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. പിന്നെ കണ്ണൻ്റെ കൂടെ വരാനൊക്കെ പറയും. പോവരുത് കേട്ടോ. അവന് തന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. രുദ്രൻ്റെ ആ പറച്ചിൽ അവളൊന്ന് ചിരിച്ചു. ആ ചിരി അറിഞ്ഞ പോലെ അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞൊരു ചിരി. അവനോട് മിണ്ടിയോ? ഇല്ല, ഇപ്പൊ വന്ന് കയറിയുള്ളൂ. മിണ്ടണ്ട. എന്ത് റിയാക്ഷൻ എന്നറിയാലോ. മിണ്ടരുത്. മിണ്ടുവോ? ഇല്ല. കുളത്തിലൊന്നും പോകരുത് കേട്ടോ. നല്ല ആഴമുള്ള കുള.
കണ്ണൻ നിർബന്ധിക്കും, പോരുത്. അവൻ്റെ വാക്കുകളിൽ അവൾ പൊട്ടിച്ചിരിച്ചു. എന്തോ കണ്ണനെ വല്ലാതെ പേടിക്കുന്ന പോലെയാണ് അവൻ്റെ സംസാരം. ഇഷാ, ആ വിളിയിൽ ഒരു താക്കീതുള്ള പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടിലെ ചിരി നിന്നു. പോയില്ല. അവനും വേണ്ടത് ആ മറുപടിയായിരുന്നു. ആ, നാളത്തെ കഴിഞ്ഞ് കാണാം. ആ, എന്നാ വെച്ചോ, അമ്മയുടെ അടുത്ത് കിടന്നാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞോളാം. എന്നാ വെച്ചോ, ഫോൺ വെച്ചോന്ന്. അതെന്താ അവിടെ വെച്ചാലെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചില്ല. ഒരു നിമിഷം കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിക്കൊണ്ടവൾ നിന്നു, പിന്നെ കട്ടാക്കി. ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. ആ ചിരിയോടെ തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ആരോടേക്കോ സംസാരിക്കുവാണ്. അച്ഛാ. മോഹൻ്റെ അടുത്തേക്ക് പോയി ഫോൺ നീട്ടുമ്പോൾ അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ആ, മോഹമൊക്കെ തെളിഞ്ഞല്ലോ. ഒരു ചിരിയോടെ മോഹൻ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. ദേവിയുടെ മുഖത്തും ആ ചിരിയുണ്ടായിരുന്നു. നേരത്തെ കണ്ട ഇഷ്വയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായി. രുദ്രൻ എന്ന മകനാണ് ആ ചിരിയുടെ അർത്ഥമെന്നും ആ അമ്മയ്ക്ക് മനസ്സിലായി. കണ്ണൻ ഇശുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിന്നു. ഈ നേരം വരെ അവൾ മുഖമുയർത്തി അവനെ നോക്കുപോലും ചെയ്തിരുന്നില്ല. കണ്ണൻ കണ്ണെടുക്കാതെ അവൾ തന്നെ നോക്കിന്നും അവൾ അവനെയും നോക്കി. കണ്ണൻ അവനെ 32 പല്ലും കാണിച്ച് ഇളിച്ചപ്പോൾ ഒരു പൊട്ടിച്ചിരി വന്നെങ്കിലും അതൊരു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി. അവളുടെ ആ പ്രവൃത്തിയിൽ കണ്ണൻ്റെ മുഖത്ത് ഞെട്ടൽ കലർന്നു. എന്താ ഇപ്പം ഇങ്ങനെ? അവൻ ചിന്തിക്കാതിരുന്നില്ല. എന്നാ വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. ദേവി അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ഈശു അപ്പോഴും മോഹനോട് ചേർന്ന് നിൽക്കുവാണ്. എന്നാ നിങ്ങളൊക്കെ കഴിച്ചിട്ട് വാ, മോളിവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. വന്ന് കയറിയതേ തിരക്കിലല്ലേ, അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. മോഹനോട് ചേർന്ന് നിൽക്കുന്ന യേശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവിയേക്കാൾ മുതിർന്നൊരു സ്ത്രീ പറഞ്ഞു. അയ്യോ ആൻറ്റി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ നോക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഒഴിവുപോലെ പിന്നെ സംസാരിക്കാം. ചേച്ചി വാ, എന്നിട്ട് അതൊക്കെ ഒന്ന് വന്നു നോക്കിയേ. ആ സ്ത്രീയോട് പറഞ്ഞുകൊണ്ട് മോഹനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൈ പിടിച്ചുകൊണ്ട് റോണി അകത്തേക്ക് നടന്നു. അവർക്ക് പിന്നാലെ തന്നെ റോണയും കണ്ണനും മോഹനും നടന്നു. അവരെല്ലാം പോകുന്നത് നോക്കിയിരുന്ന സ്ത്രീ ബാക്കിൽ നിന്ന് സ്ത്രീകളോടൊന്ന് ചുണ്ട് ചുളുക്കിക്കൊണ്ട് മുന്നിൽ പോകുന്നവരെ കണ്ണ് കാണിച്ചു. ഓ, ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുക അവൾക്ക് എന്താ കൊമ്പുണ്ടോ? വന്നപ്പോൾ തൊട്ട് ആ പെണ്ണിനെ താങ്ങി നടക്കുക. ആ ചെക്കൻ്റെ പോലെ തന്നെ ഒരു അഹങ്കാരി തന്നെയാണ്. ആ ചെറുക്കൻ മുഖത്തേക്ക് കൂടിയൊന്നും നോക്കില്ല, നോക്കിയാലും ചിരിക്കുക പോലും ചെയ്യില്ല. അതുപോലെ തന്നെയാ ഈ പെണ്ണും. അങ്ങനെയൊന്നും അല്ല അമ്മായി, ആ കുട്ടിയൊരു പാവ, വായിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല. അതിന് നമ്മളെ ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് ദേവി ആ കുട്ടിക്കൊപ്പം നടക്കുന്ന. ഓ, ഏതായാലും ക്രിസ്ത്യാനിയല്ലേ? അവർ പറഞ്ഞതിനെ അനുകൂലിക്കാതെ പറഞ്ഞു. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഇനി എന്ത് ഡ്രസ്സിന്റെ കാര്യം? നമ്മളൊക്കെ നോക്കിയതല്ലേ? അവർക്ക് പിന്നിൽ നടക്കുമ്പോൾ കണ്ണൻ റോണയോട് ചോദിച്ചു. റോണ അതിന് അവൻ്റെ തലയിലൊന്ന് കൊട്ടി. കുടുംബം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നിന്നെ പോലെ ഒരു ക്രീമി എല്ലായിടത്തും കാണും. അവർ ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് ചേച്ചി കരഞ്ഞത് ഏട്ടൻ അറിഞ്ഞ്, ഓ എന്തിനാ വെറുതെ, പിന്നെ ഏട്ടൻ്റെ കയ്യിൽ നമുക്കാവും കിട്ടുക. ചേച്ചിയെ നോക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ചേച്ചി അവർക്ക് തിന്നാനിട്ട് കൊടുക്കാതെ അവൻ കൈയോടെ കൊണ്ടുപോയത്. റോണ പറയുമ്പോൾ കണ്ണൻ ഓഹോ എന്നുപോലെ തലയാട്ടി. അതിനിടയിൽ നീ എനിക്കിട്ടൊന്ന് കൊട്ടിയല്ലേ? നിന്നെ പോലെ ഒരു ക്രിമി എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണൻ അത് പറഞ്ഞെന്ന് മനസ്സിലായത്. റോണയെന്ന് കണ്ണിൽ ചിമ്മിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മോഹൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നടന്നു. കണ്ണൻ ഇശുവിനെ തിരഞ്ഞ് ദേവിയുടെ റൂമിൽ പോയപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊരു സംസാരം നടന്നില്ല. നാളെ കണ്ട് സംസാരിക്കാമെന്ന് അവൻ അവനെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം കണ്ണന് റോണി എണീറ്റപ്പോഴേക്കും 11 മണിയായിരുന്നു. എണീറ്റ് ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ അവരെല്ലാം ഓരോ ജോലികളിലായിരുന്നു. കണ്ണൻ ഇശുവിനെ തിരഞ്ഞു ദേവിക്കടുത്ത് ദേവിയോട് ചേർന്ന് ഇരിക്കുന്നുണ്ട്. അവരെല്ലാം സംസാരിക്കുന്നതും ചിരിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം ഒരു ചിരിയോടെ നോക്കിയിരിക്കുകയാണ്. കണ്ണൻ അവിടെ ആ ഇരുത്ത് അവൻ്റെ ഫോണിൽ പകർത്തി അവൻ്റെ ഏട്ടൻ്റെ നമ്പറിലേക്ക് അയച്ചു. അവർ 3 പേരിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം കണ്ണൻ പതിയെ ഇശുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവനെ കണ്ടത് ഇശു ഒന്ന് ചിരിച്ചു. കണ്ണൻ തിരിച്ചു. ഇവിടെ വലിയ അമ്പലക്കുളമൊക്കെ ഉണ്ട്. കണ്ടു. അവൻ വലിയ കാര്യം പോലെ പറയുമ്പോൾ അവളതിനെ നിസ്സാരമായി പറഞ്ഞു കളഞ്ഞു. കണ്ണനൊന്ന് പ്ലിങ്ങിയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. അവൻ്റെ കുറയിലെ റേയുടെ നീട്ടിൽ കേട്ടപ്പോൾ ചിരി വന്നെങ്കിലും അവൾ അതൊക്കെ ഒതുക്കി പിടിച്ചു. വലിയ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് ദേവിയുടെ തോളിലേക്ക് അവൾ ചാരിയിരുന്നു. അതെ, ഇവിടെ അരുവിയൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം പോകുന്നു. ആതിരപ്പള്ളിയിലെ പോലെയാ, ഭയങ്കര സെറ്റപ്പാ. പിന്നെ ഒരു കുടം വെള്ളം പോലും ഒഴുകില്ല. ആ അരുവിയല്ലേ ആതിരപ്പള്ളി. പൊന്ന് കണ്ണ, തള്ളുമ്പോൾ ഇത്തിരി മയത്തിലൊക്കെ തള്ളു. കണ്ണ ഈശുവിനോട് തള്ളി മറിക്കുമ്പോൾ 2 പരട്ടകൾ അവൻ്റെ അടുത്തിരിക്കുന്ന അവൻ ശ്രദ്ധിച്ചില്ല. ഈശു 2 കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. കണ്ണനൊന്നും മിണ്ടാതെ അവിടുന്ന് എണീറ്റുപോയി. ഒന്നും നടക്കില്ലെന്ന് അവന് മനസ്സിലായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.